ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അഭിമന്യ കാന്തപുരം ഉസ്താദ്, ഏറ്റവും ബഹുമാന്യനായ MLA ശ്രീ PT റഹീം, ITയുടെ പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് അലി മാസ്റ്റർ, ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, ശ്രീ അനിൽകുമാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മർക്കസ് ലോക യുവ നൈപുണ്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സ്പിരേഷൻ 2025 എന്ന ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അഭിമന്യ കാന്തപുരം ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ യുവജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി മർക്കസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അഭിമന്യ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസാനന്തര തൊഴിലും ലഭ്യമാക്കുന്ന തരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തുന്ന 50 വർഷത്തെ ശ്രേഷ്ഠമായ പ്രവർത്തനത്തെ ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ആത്മീയ ഗുരുവിനും ഒരു പണ്ഡിതനും മാത്രമേ ഇത്തരം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, 25 അനാഥരുമായി ആരംഭിച്ച, അല്ലെ അനാഥ ബാല്യങ്ങളുമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിദ്യാഭ്യാസ മേഖലയിൽ പടർന്ന് പന്തലിച്ച് ഇത്ര വലുതായത് ദീർഘവീക്ഷണമുള്ള പണ്ഡിതനായ ഗുരുവായ കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് എന്നത് അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മർക്കസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. 1978 ആരംഭിച്ച മർക്കസ് ഇന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും നൽകുന്ന വലിയൊരു പഠനശാലയായി മാറിയിരിക്കുന്നു. നമ്മുടെ സർക്കാരിൻ്റെ യുവജന ശാക്തീകരണത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസ്. വിദ്യാഭ്യാസ രംഗത്ത് മർക്കസ് നൽകുന്ന സംഭാവനകൾ നിസ്തൂലമാണ്. കേരളത്തിലെ ആദ്യത്തെ നോളജ് സിറ്റി സ്ഥാപിച്ചത് മർക്കസ് ആണെന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ്. വിദ്യാഭ്യാസം, സംസ്കാരം, ജീവിതശൈലി, വാണിജ്യം, മെഡിക്കൽ പഠനം, നിയമം തുടങ്ങിയ മേഖലയെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭാവി ലോകത്തിനായുള്ള സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെ രൂപകൽപ്പന ചെയ്ത നോളജ് സിറ്റി നമ്മുടെ സമൂഹത്തിലുള്ള മർക്കസിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നതൊരു വലിയ നേട്ടം ആഘോഷിക്കാനാണ്. കഴിഞ്ഞ ആഴ്ച ക്യാമ്പസിൽ നടന്ന തൊഴിൽ മേളയിൽ മർക്കസിൽ നിന്ന് ബിരുദം നേടിയ 206 വിദ്യാർത്ഥികൾക്കും
100% പ്ലേസ്മെൻറ്റ് ലഭിച്ചു എന്നത് അഭിനന്ദനീയമായ കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതാണ് മർക്കസ് നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെയും നൈപുണ്യ പരിശീലനത്തിൻ്റെയും ഗുണനിലവാരം എന്നത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി വേദിയിൽ ഞാൻ എത്തിയതിന് ശേഷം യുവജനങ്ങൾക്ക് ഓഫർ ലെറ്ററുകൾ ഔദ്യോഗികമായി കൈമാറുന്ന ചടങ്ങ് കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന കഴിവുകളെയും സാധ്യതകളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഈ ചെറുപ്പക്കാരെല്ലാവരും. സാധാരണ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന നിരവധി വിദ്യാർത്ഥികൾ, അവർക്കിതൊരു വലിയ പ്രചോദനമായിട്ടാണ് ഞാൻ കാണുന്നത്. യുവജനങ്ങൾക്ക് സമൂഹത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പുതിയ അറിവുകളും കഴിവുകളും നേടിക്കൊണ്ട് അവർക്ക് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ നിർണായകമായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൈപുണ്യ വികസനം കേവലം തൊഴിൽ നേടാൻ മാത്രമല്ല, വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കും. ഓരോ യുവതി യുവാവും തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ തയ്യാറാകണം. ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ ഐക്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് അങ്ങയുടെ നേതൃത്വം നടത്തുന്ന എല്ലാ മാതൃകാ പ്രവർത്തനത്തിനും അങ്ങേയറ്റം പിന്തുണയും ആശംസയും ഞാൻ നേരുകയാണ്. കേരളത്തിൽ വിഭാഗീയത ഇല്ലാതെ മതനിരപേക്ഷമായ കേരളത്തെ കെട്ടിപ്പടുക്കാനും പുരോഗമനപരമായും ശൈഥില്യമില്ലാതെ ഒരു സമൂഹത്തെ നയിക്കാനും അങ്ങയുടെ നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. അങ്ങയുടെ പ്രസംഗത്തിലൂടെ പരാമർശിച്ചു, വാർത്താമാധ്യമങ്ങളിലൂടെ ഞാൻ ശ്രദ്ധിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അങ്ങ് നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും ആ ശ്രമം തുടരുന്നു. അതാണ് കാന്തപുരം ഉസ്താദിൻ്റെ മനസ്സും മഹത്വവുമെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. നമുക്ക് വ്യത്യസ്തങ്ങളായ ചിന്തകളുണ്ടാകാം, വ്യത്യസ്തങ്ങളായ നിലപാടുകളുണ്ടാകാം, പക്ഷേ ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണ്. മാനവികതയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇവിടെ ഒരു രാഷ്ട്രീയ വേദി അല്ല എങ്കിലും ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. സമസ്ത നടത്തുന്ന പുരോഗമനപരമായിട്ടുള്ള സെക്യുലറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിത്തീർക്കാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ വഴികളിലൂടെ എല്ലാം അത്തരക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത മാത്രമല്ല, സമസ്തയെപ്പോലെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ധാരാളം സന്നദ്ധ സാമൂഹ്യ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഭിന്നിപ്പിൻ്റേതായ അന്തരീക്ഷമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നാം തിരിച്ചറിയണം. അത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന മഹത്തായ സംഭാവനകളെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. കേരളീയ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം മതനിരപേക്ഷതയുടെയും സാമൂഹ്യ ഐക്യത്തിൻ്റെയും ഏറ്റവും ഒരു വിളക്കുമാടമാണ്. വർഗീയ ശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല. സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഓരോ സമുദായത്തിനുള്ളിലും മറ്റു സമുദായങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്താൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടക്കുന്നുണ്ട്. ചില ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളിൽ സഹോദര സമുദായങ്ങൾക്കെതിരെ ഹീനമായ
തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അത്തരം സമൂഹത്തെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന ബോധപൂർവമായ പരിശ്രമവും കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതിനെ ചെറുക്കാൻ നമ്മുടെ യുവതലമുറ മുന്നോട്ടിറങ്ങണം. അറിവും വിവേകവും ഉപയോഗിച്ച് തെറ്റിദ്ധാരണകളെ അകറ്റാനും നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നമുക്ക് കഴിയണം. സൈബർ ലോകത്തു പുറത്തും വർഗീയത വിഷവിത്തുക്കൾ പാകുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയണം. സമകാലീന വിഷയങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ആഗോളതലത്തിലെ മാറ്റങ്ങളും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്, ഒപ്പം വെല്ലുവിളികളുമുണ്ട്. ലോകത്ത് അസമാധാനത്തിൻ്റെ അന്തരീക്ഷം ധാരാളമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അഭിവന്ദ്യ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു, സമാധാനമില്ലാത്ത ഒരു സമൂഹത്തിന് വളരാൻ കഴിയില്ല. അസമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും ഒരുമിക്കണം എന്ന കാര്യം പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയും. നമ്മുടെ യുവാക്കൾക്ക് അതിന് പ്രാപ്തി ഉണ്ടാകണം. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ നാടിൻ്റെ ഭാവിക്കായി ക്രിയാത്മകമായ സംഭാവനകൾ നൽകാൻ കഴിയണം. മർക്കസിൻ്റെ ഈ പരിപാടി യുവജനങ്ങൾക്ക് നൈപുണ്യം നേടുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ നേടുന്നതിനും നൽകുന്ന ഊന്നൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയില്ല. തീർച്ചയായിട്ടും സർക്കാരിനോടൊപ്പം മർക്കസിനെ പോലുള്ള സ്ഥാപനങ്ങളും നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഭിവന്ദ്യ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ തൊഴിൽ തേടി, ഇവിടെ വിദ്യാഭ്യാസം നേടി 50 വർഷക്കാലം ഈ നാടിൻ്റെ അഭിവൃദ്ധിയിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ കഠിനാധ്വാനവും കൂടുതൽ കഴിവും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.